ഹലോ, ആ ബാലേട്ടനല്ലേ? എന്താ വരുന്നില്ലേ? ഹോസ്പിറ്റലിൽ നിന്നോ? കാഷ്വാലിറ്റിന്നാണോ ഫോൺ ചെയ്യുന്നത്? വേണേ ഞാൻ അങ്ങോട്ട് വരാം. വേണേ ഞാൻ വന്നോളാം. എന്താ എടുത്തമ്മേ? വണ്ടി എന്തോ ആക്സിഡന്റ് ആയത്രേ. ഭാഗ്യത്തിന് ബാലേട്ടന് ഒരു മുറിവ് പറ്റിയിട്ടേ ഉള്ളൂ. ഞാനും വരാം. എങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യൂ, ഒരു ടാക്സിക്ക് ഫോൺ ചെയ്യൂ. ആ മിഷൻ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ചേട്ടന് സീരിയസ് ഒന്നും അല്ലല്ലോ? ഏയ്, ബാലേട്ടൻ തന്നെയല്ലേ ഫോൺ ചെയ്തത്. കുട്ടി പോയി ടാക്സിക്ക് ഫോൺ ചെയ്യൂ. എന്താ കുട്ടി? മാധവേ, നിങ്ങളും പോന്നോളൂ. ബാലേട്ടൻ വെറുതെ ഇമോഷണൽ ആകാതെ ഒന്ന് മിണ്ടാതെ കിടക്കുന്നുണ്ടോ? നീ കിടന്നിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് അവനെ പോലെ വേറെ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് മിണ്ടാതെ കിടക്കുന്നുണ്ടോ? എങ്ങനെയാ മിണ്ടാതെ കിടക്കുക? ഇവൾക്ക് നാണമുണ്ടോ ഇതുപോലെ സ്കൗണ്ടിന് വേണ്ടി ജീവിതം പഴാക്കാൻ? ഒറ്റ സമാധാനമേ ഉള്ളൂ, ഇവന്റെയൊക്കെ കൂടെ പറഞ്ഞയച്ചിരുന്നിട്ട് അവസ്ഥ ഓർക്കുമ്പോ. ഒന്നുകിൽ ബാലേട്ടൻ മിണ്ടാതെ കിടക്കണം, അല്ലെങ്കിൽ മീര പുറത്തേക്ക് പോകണം. ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു ഒന്നാമത് ആക്സിഡന്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ട്? ബ്ലീഡിംഗ് തീരെ കുറഞ്ഞു, വേദനയുണ്ട്. അതങ്ങ് മാറിക്കോളും, സാരമാക്കാനില്ല. തലയുടെ മുറിവ് മാത്രമേ ഉള്ളൂ നോക്കാനുള്ളത്. അതിന്ന് ഇവിടെ കിടന്ന് നാളെ ഒരു എക്സ്റേ കൂടി എടുത്ത് നോക്കിയിട്ട് അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ഉറങ്ങിക്കോളും. അതിനുള്ള ഇഞ്ചക്ഷനാണ് എടുത്തിരിക്കുന്നത്, കേട്ടോ. ഇനി ഇപ്പൊ ആരും ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്താ കുട്ടി ഇത്? ചേട്ടൻ ഉറങ്ങിയോ? മാധവമ്മ എവിടെ? കാറിലുണ്ട്. എങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടെ അതിൽ പൊക്കോളൂ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ചേട്ടൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. ദേഷ്യം മാറുമ്പോ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്ന ആളാ ബാലേട്ടൻ. നിനക്കതറിയില്ലേ? അതല്ലേ ഏട്ടത്തിയമ്മേ, അയാള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടാവും. ചേട്ടൻ നിന്നോട് നുണ പറയുമോ? ഇല്ല.